ഇനിയിപ്പോൾ മെയിനായിട്ട് വരുന്നത് ഒരു അക്രലിക് യാണാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ 3.2 മില്ലിമീറ്റർ ഹുക്ക് സൈസാണ് എടുത്തിട്ടുള്ളത്. 3.2. പിന്നെ ഒരു സിസറും. ഇപ്പോൾ ഇന്ന് ഗ്രാനി സ്ക്വയറാണ് ചെയ്ത് കാണിക്കുന്നത്. ഗ്രാനി സ്ക്വയർ ബേസിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിക്കോ. ആദ്യം തന്നെ നമുക്ക് സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് ചെയ്യാം. സ്ലിപ്പ് നോട്ട് എങ്ങനെ ചെയ്യലെന്ന് നോക്കിക്കോ. ആദ്യം ഇതേപോലെ ഒരു മടക്കുക, എന്നിട്ട് ഒരു മടക്കും കൂടി മടക്കുക. ഇവിടെ ഇങ്ങനെ ഒരു ക്രോസുമാണ് ഇതാ, അതെടുത്തിട്ട് ഒന്നും കൂടി ഒരു മടക്കുമ്പം ഇതിൻ്റെ ഉള്ളിൽ വലിയ ആണ് കാണും. കണ്ട, ആ വലിയ ആണിനെ മെല്ലെ മേലോട്ടേക്ക് വലിക്കുമ്പം ഈ ചെറിയ ടൈലിനെ താഴോട്ടേക്ക് വലിക്കുക. ഇതാ, അപ്പോൾ അവിടെ ടൈറ്റായിട്ട് നിൽക്കുക. അപ്പോൾ ഇതേപോലെ ഒരു ലൂപ്പ് കിട്ടും. ഇതാണ് സ്ലിപ്പ് നോട്ട് കേട്ടോ. ഇതാണ് നമ്മൾ വർക്കിംഗ് ലൂപ്പ് എന്ന് പറയും ഇതിന്. ഇത് വെച്ചിട്ടാണ് എല്ലാ സ്റ്റിച്ചും നമ്മൾ ചെയ്തെടുക്കുന്നത്. എപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പം ഇതേപോലെ ഒരു വർക്കിംഗ് ലൂപ്പ് ഹുക്കിലുണ്ടായിരിക്കും. ഓക്കെ, അപ്പം നമുക്കിപ്പം മാജിക് റിംഗ് ആണ് ചെയ്യേണ്ടത്. മാജിക് റിംഗ് ചെയിൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നോക്കിക്കോ, ഇതേപോലെ യാൺ ഓവർ ചെയ്തിട്ട് ലൂപ്പിൻ്റെ ഉള്ളിലേ വലിക്കും. ഇതാപോലെ ചെയിൻ ചെയ്തെടുക്കുക. 4 ചെയിനാണ് ഇപ്പോൾ ചെയ്യുന്നത്. 1 2 3 and 4. കണ്ടോ, 4 ചെയിൻ കിട്ടി. 4 ചെയിൻ കിട്ടിയതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ചെയിനിലാണ് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാൻ പോകുന്നത്. ഫസ്റ്റ് ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. യാൺ ഓവർ ചെയ്ത് ആ 2 ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് കൂടി വലിച്ചെടുത്തു. ഇതാണ് നമ്മുടെ മാജിക് റിങ്. ഈ ഹോളിൽ ഇട്ടാക്കരുത്. ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഹോളുണ്ട്, കണ്ടോ? ആ ഹോളിൻ്റെ ഉള്ളിലാണ് നമ്മിനി വർക്ക് ചെയ്യാൻ പോകുന്നത്, സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇനി ചെയ്യേണ്ടത് 2 ചെയിൻ ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് റോ ചെയ്യാൻ പോയെന്ന് 1 and 2. 2 ചെയിൻ ഇട്ടിട്ട് നമുക്ക് 2 DC ഇട്ട് കൊടുക്കാം. എന്താ, ആ ഹോളിൻ്റെ ഉള്ളിൽ തന്നെ ഇടണം. 1 ഡബിൾ ആൻഡ് സെക്കൻഡ് ഡബിൾ ഇട്ട് കൊടുക്കുക. അതായത് 2 DC ആണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ചെയിൻ 2 DC ഇട്ട് കൊടുത്തു. ഇനി ഒന്നും കൂടി ചെയിൻ 2 ഇട്ട് കൊടുക്കുക. 1 2 ചെയിൻ ഇട്ട് കൊടുത്തു. ഒന്നും കൂടി മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ 3 times ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുക. 1 2 and 3. കണ്ടോ, 3 times ഡബിൾ ചെയ്തു. ഇവിടെയും നമുക്ക് 3 ഡബിൾ തന്നെയാണ് വേണ്ടത്. പക്ഷേ നമ്മളുടെ 2 ചെയിന് 1 ഡബിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ 2 ഡബിൾ ഇട്ട് കൊടുത്തത്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? 2 ചെയിൻ ഇട്ട് കൊടുക്കുക. 1 2 ചെയിൻ ഇട്ട് കൊടുത്തു. ഇതേപോലെ 3 ഡബിൾ ക്രോഷ്യ ആദ്യം ചെയ്തെടുക്കുക മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട്. 1 2 and 3. കണ്ടോ, 1 more ടൈം കൂടി ചെയ്യുക. ചെയിൻ 2 ഇട്ട് കൊടുക്കുക. ഒന്നും കൂടി 3 ഡബിൾ ചെയ്തെടുക്കുക. 1 2 3. കണ്ടോ, ഈ ടൈലിനെയും ഇതിൻ്റെ കൂടെ തന്നെ ഹൈഡ് ചെയ്തിട്ട് കൊണ്ടുപോയാൽ നമുക്ക് ലാസ്റ്റ് ഹൈഡ് ചെയ്യേണ്ട പ്രശ്നമില്ല. ഇതിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. ഓക്കെ, ഇതാ ഇപ്പോൾ ഇങ്ങനെ കിട്ടി. അതായത് എല്ലായിടത്തും 3 ഡബിൾ ഇട്ടു. ഇവിടെ മാത്രമാണ് നമ്മളിപ്പോൾ 2 ഡബിൾ ഇട്ടത്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു. ഈ ചെയിൻ 2നെ 1 ഡബിളായിട്ട് കൺസിഡർ ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി എന്തിട്ടുണ്ട്? ചെയിൻ 2 1 2 ചെയിൻ 2 ഇട്ടു. എന്നിട്ട് ഇതാ ഇവിടെ നമ്മൾ 2 ചെയിൻ ഇട്ടിട്ടില്ലേ, 1 2 ഇട്ടിട്ടില്ലേ, ആ സെക്കൻഡ് ചെയിനിൽ പോയിട്ട് ഇതാ 1 2 സെക്കൻഡ് ചെയിനിൽ പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇതാ
സെക്കൻഡ് ചെയിൻ്റെ മേലെ പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. കണ്ട? ഓക്കെ, ഇത്ര വരെ ക്ലിയർ ആയില്ലേ? ഇങ്ങനെ കിട്ടൽ ചെറിയ സ്ക്വയർ ആയില്ലേ? ഇതിന് ഗ്രാനി സ്ക്വയർ എന്ന് ഇതുകൊണ്ടാണ് പറയുന്നത്. കണ്ട? സ്ക്വയർ ടൈപ്പ് ആയല്ലോ. ഓക്കെ, ഇനി നമുക്ക് എല്ലാം വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഈ കോർണറിനുള്ളിലേക്ക് കൂടിയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് ഈ കോർണറിലേക്കാണ് വേണ്ടത്. അപ്പം കോർണറിലെത്താൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഇവിടെ 2 ചെയിൻ ഉണ്ട്, ഈ കോർണറിൻ്റെ ചെയിനുണ്ട്. അപ്പം നമുക്കിതിലെല്ലാം കൂടി സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് പോവാം. അതായത് 3 സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഇതാ 1 സ്ലിപ്പ് സ്റ്റിച്ച്, സെക്കൻഡ് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. കോർണറിൽ എത്തേണ്ട അതാ കോർണറിൽ ആ ചെയിൻ സ്പേസിൻ്റെ ഉള്ളിൽ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുക. കണ്ട? ഇപ്പം കോർണറിലെത്തി. ഇനി എന്താ ചെയ്യേണ്ടത്? കോർണറിന് സെക്കൻഡ് റോ സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് 2 ചെയിൻ ഇട്ട് കൊടുക്കുക. 1 2, അതായത് ഫസ്റ്റ് എന്താ ചെയ്തത് റോയിൽ അതേപോലെ തന്നെ സെക്കൻഡ് റോയിലും 2 ചെയിൻ ഇട്ട് കൊടുക്കുക. 2 DC ഇട്ട് കൊടുക്കുക. 1 and 2 DC ഇട്ടു. ഇവിടെ എന്താ 3 DC ഇടാത്ത? ഈ ഫസ്റ്റ് ചെയിനെ 1 DC ആയിട്ട് കൂട്ടുന്നത് കൊണ്ടാണ്. ഓക്കെ, കോർണറിൽ എന്താ ചെയ്യേണ്ടത്? ഈ കോർണറിൽ 2 DC ഇട്ട് കൊടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ചെയിൻ 2 ഇടുക. ആ സെയിം സ്പേസിൽ തന്നെ 3 DCയും കൂടി ചെയ്യുക. 1 2 and 3 ടൈംസ് നമ്മൾ ആ കോർണറിൽ DC ഇട്ട് കൊടുത്തു. അതായത് ചെയിൻ 2 DC, ചെയിൻ 2 3 DC. ക്ലിയർ? നെക്സ്റ്റ് ഈ കോർണറിലേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതിനെന്താ ചെയ്യേണ്ടത്? ഇതാ യാൺ ഓവർ ചെയ്യുക. നെക്സ്റ്റ് ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യുക. ഇതാ യാൺ ഓവർ ചെയ്തിട്ട് ഇതാ ഇതേപോലെ 3 DC ചെയ്ത് കൊടുക്കുക. 1 2 and 3 DC ചെയ്തു. എന്നിട്ട് എന്താ? ചെയിൻ 2 1 2. എന്നിട്ട് ആ സെയിം സ്പേസിൽ തന്നെ ഒന്നും കൂടിയും 3 DC ചെയ്ത് കൊടുക്കുക. 1 2 and 3. കണ്ട? 3 DC ചെയ്തിട്ടു. ഇനി ഈ കോർണറിലും ഇതേ സെയിം പാറ്റേൺ തന്നെ ചെയ്യുക. അതായത് 3 DC, ചെയിൻ 2 3 DC. ഇവിടെയും അതേപോലെ 3 DC, ചെയിൻ 2 3 DC ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. കണ്ടോ? ഇതേപോലെ എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാ 3 DC 2 ചെയിൻ 3 DC ഇവിടെ എല്ലായിടത്തും ഇട്ടു. ഇതാ ലാസ്റ്റായി. ഇവിടെ എവിടെയും ചെയിൻ 1 ഇട്ട് കൊടുക്കരുത്. ഈ ഗ്യാപ്പിലൊന്നും ചെയിൻ 1 ഇട്ട് കൊടുക്കരുത്. ഡയറക്റ്റാണ് നമ്മൾ 3 DC ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫിനിഷ് ചെയ്യണം. 2 റോ. സെക്കൻഡ് റോ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ ആദ്യം എന്താ ഇട്ടേ? ചെയിൻ 2 ഇട്ടിട്ടുണ്ട്. ഇതാ 1 2. ഈ സെക്കൻഡ് ചെയിനിൻ്റെ മേലെ ഇതാ ഈ സെക്കൻഡ് ചെയിനിൻ്റെ മേലെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. കണ്ടോ? ഫിനിഷായി. സെക്കൻഡ് റോ ഫിനിഷായി. ഇനി എന്താ ചെയ്യേണ്ടത്? തേർഡ് റോയിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം ഇതേപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കോർണറിനാണ് സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ഇപ്പോൾ ഇവിടെയുള്ളത് ഇവിടെ കോർണറിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടത്? ഈ ചെയിൻ സ്റ്റിച്ചിൻ്റെ മേലെ കൂടി സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്ര സ്ലിപ്പ് സ്റ്റിച്ച് ഇടണം? 1 2 3. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതാ ഈ ചെയിൻ്റെ മേലെ കൂടി എടുക്കുക. കണ്ട? ചെയിൻ്റെ മേലെ എടുത്തിട്ട് ഇതാ ഫസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച്, സെക്കൻഡ് സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. ഇനിയുള്ളത് കോർണറിൽ ചെയിൻ സ്പേസിൻ്റെ അടുത്താണ്. അവിടെയും സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ക്ലിയർ? കണ്ട? ഇപ്പം നമ്മൾ കോർണറിലെത്തി. അപ്പോൾ ഇനി എന്താ ചെയ്യുക? തേർഡ് റോ ചെയ്യുക. തേർഡ് റോ എങ്ങനെയാണ്? സെയിം പാറ്റേൺ തന്നെയാണ്. ചെയിൻ 2 ഇട്ട് കൊടുക്കുക. 2 DC ചെയ്യുക. 1 2 2 DC ചെയ്തു. എന്നിട്ട് എന്താ ചെയ്തത്? ചെയിൻ 2 ഇട്ട് കൊടുക്കുക. ചെയിൻ 2 1 2 ഇട്ട് കൊടുക്കുക. സെയിം സ്പേസിൽ തന്നെ 3 DC ചെയ്യുക. 1 2 and 3.
കണ്ടോ? ഇപ്പോൾ ഇവിടെ എന്താ മാറ്റം എന്ന് വെച്ചാൽ നമുക്കിവിടെ കോർണറിൽ മാത്രമാണ് സ്റ്റിച്ച് ചെയ്യാനുണ്ടായത്. ഇവിടെ ഇപ്പോൾ ഒരു ഗ്യാപ്പും കൂടി വന്നിട്ടുണ്ട്. ഡയറക്റ്റ് ഇങ്ങ് കോർണറിലേക്ക് എത്തൂല. ഈ ഗ്യാപ്പ് കണ്ടോ? അതായത് കോർണർ എത്തുന്നതിന് മുമ്പുള്ള ഈ ഹോളിലും കൂടി നമ്മൾ 3DC മാത്രം ഇട്ട് കൊടുക്കുക. എല്ലാ കോർണറിലും 3DC ചെയിൻ 2 3DC ഇടുന്നുണ്ട്. അതിൻ്റെ നടുക്ക് കിട്ടുന്ന ഹോൾസിൽ നമുക്ക് 3DC മാത്രമേ ചെയ്ത് കൊടുക്കുള്ളൂ. ഇതാ ഈ ഹോളിലാണ്, ഹോളിൻ്റെ ഉള്ളിൽ ഇതാ ഇതേപോലെ ഇട്ടിട്ട് 3DC ചെയ്ത് കൊടുക്കുക. 1 2 and 3 കണ്ടോ? 3DC ചെയ്തു. ഇനി നെക്സ്റ്റ് കോർണർ സ്പേസ് ആണ്. കോർണറിൽ എന്താ ചെയ്യേണ്ടത്? എല്ലാ റോയിലും ചെയ്ത പോലെ തന്നെ ഇതാ 1 2 3 3DC ചെയ്തു. എന്നിട്ട് 2 ചെയിൻ ഇട്ട് കൊടുക്കുക. 1 2 ചെയിൻ ഇട്ട് കൊടുക്കുക. സെയിം സ്പേസിൽ തന്നെ 3DC ചെയ്യുക. 1 2 3. ഇനി എന്താ വേണ്ടത്? ഇതാ ഇതേപോലെ ഒരു സ്പേസ് വന്നു. ആ സ്പേസിൽ എന്താ ചെയ്യേണ്ടത്? 3DC ഇട്ട് കൊടുക്കുക. 1 2 and 3 3DC ചെയ്തു. ഇനി എന്താ? കോർണർ സ്പേസ് ആണ് വരുന്നത്. കോർണർ സ്പേസിൽ നേരത്തെ ഇത് ചെയ്ത പോലെ തന്നെ ഇവിടെ 3DC ചെയിൻ 2 3DC ഇട്ട് കൊടുക്കുക. ഈ സ്പേസിൽ 3DC മാത്രം ഇടുക. കോർണറിൽ സെയിം പാറ്റേൺ ഇവിടെ ഇത്ര വരെ എത്തിയിട്ട് നമുക്ക് കാണാം കംപ്ലീറ്റ് ആയിട്ട്. കണ്ടോ? എൻ്റെ റോ ഫിനിഷായി. ഇവിടെ 3DC, ഇവിടെ സെൻറ്ററിൽ 3DC വരുന്നു, കോർണറിൽ 3DC ചെയിൻ 2 3DC വന്നു. ഇനി ഇത് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ഈ റോ കംപ്ലീറ്റ് ചെയ്യാം. ചെയിൻ 2 1 2 ഈ സെക്കൻഡ് ചെയിനിൻ്റെ മേലെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. നമുക്ക് ഞാൻ പറഞ്ഞ പോലെ കോർണർ സ്പേസിലാണ് ചെയ്യേണ്ടത്. അതിന് 3 സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇതാ ഫസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച്, സെക്കൻഡ്, ഇനി കോർണറിനുള്ളിലുള്ള തേർഡ് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. കോർണറിൽ എത്തിയല്ലോ. ഇനി നമുക്ക് 1 2 3 ഫോർത്ത് റോ ആണ് ചെയ്യേണ്ടത്. ഫോർത്ത് റോയും കൂടി എങ്ങനെയാണ് ചെയ്യലെന്ന് പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾക്ക് തന്നെ സ്വയം വലിയ റോ ചെയ്യാൻ പറ്റും. എത്ര റോ വേണമെങ്കിലും പാറ്റേൺ എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് ചെയ്യാൻ പറ്റും. നോക്കുക, ചെയിൻ 2 ഇടുക, സെയിം പാറ്റേൺ 2 ഡബിൾ ക്രോഷ്യ ചെയ്യുക. 1 2 എന്നിട്ട് ചെയിൻ 2 ഇട്ട് കൊടുക്കുക. സെയിം സ്പേസിൽ 3 ഡബിൾ തന്നെ ചെയ്തെടുക്കുക. 1 2 and 3. ക്ലിയർ ആയില്ലേ? ഇനിയിപ്പം നമുക്ക് ഫസ്റ്റ് ഈ തേർഡ് റോയിൽ നമുക്ക് ഒരു ടൈമേ 3DC ചെയ്യാൻ വന്നിട്ടുള്ളൂ. ഒറ്റ ഹോളേ ഉണ്ടായിട്ടുള്ളൂ. ഇതാ ഫോർത്ത് റോയിൽ എത്ര ഹോൾ വന്നു? 1 2 ഹോൾ വന്നിട്ടുണ്ട്. ഈ 2 ഹോളിലും 3DC മാത്രം വെച്ച് ചെയ്യുക. ഇതാ നോക്കിക്കോ, ഈ ഫസ്റ്റ് ഹോളിൽ 3DC മാത്രം ഇട്ട് കൊടുക്കുക. 1 2 3 കണ്ട. നെക്സ്റ്റ് ഹോളിലും അതേപോലെ തന്നെ 3DC മാത്രം ചെയ്യുക. 1 2 and 3 കണ്ടോ? ക്ലിയർ ആയോ? ഇനി വരുന്നത് കോർണർ സ്പേസ് ആണ്. ഈ കോർണർ സ്പേസിൽ എന്താണ്? സെയിം പാറ്റേൺ തന്നെ 3DC ചെയിൻ 2 3DC ചെയ്യുക. 1 2 3 എന്നിട്ട് ചെയിൻ 2 ഇടുക. 1 2 സെയിം സ്പേസിൽ തന്നെ 3DC ഇട്ട് കൊടുക്കുക. 1 2 and 3 കണ്ടോ? ഇപ്പോഴും 2 സ്പേസ് വരുന്നുണ്ട്. ആ 2 സ്പേസിൻ്റെ ഉള്ളിലും 3DC മാത്രം വെച്ച് ചെയ്യുക. 1 2 3 3DC ചെയ്തു. നെക്സ്റ്റും 3DC മാത്രം ചെയ്യുക. 1 2
ആൻഡ് 3. ക്ലിയർ ആയോ? കണ്ട. ഇനി വരുന്നത് കോർണറാണ്. കോർണറിൽ നമ്മൾ സെയിം ചെയ്ത പാറ്റേൺ തന്നെ ചെയ്യുക. പിന്നെ 2 ഹോളിലും ഇതേപോലെ ചെയ്യുക. ഇവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. കണ്ടോ, എൻ്റെ 4th റോവും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഫുൾ. ഇനി എന്താ ചെയ്യേണ്ടത്? നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയിൻ 2 എവിടെയാണെന്ന് നോക്കുക. ഇതാ 1 2 സെക്കൻഡ് ചെയിൻ ഇവിടെയാണ്. ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. കണ്ടോ. ഇനി 5th റോ എങ്ങനെ വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനിവിടെ കാണിക്കുന്നില്ല. 5th റോ വരുന്നത് ഇതേപോലെ തന്നെ ചെയിൻ 3 സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കോർണറിലേക്ക് വരിക. സെയിം പാറ്റേൺ ചെയ്യുക. കോർണറിൽ 3 ഡബിൾ ക്രോഷേ, ചെയിൻ 2 3 ഡബിൾ ചെയ്യുക. നെക്സ്റ്റ് ഇതാ നമുക്കിവിടെ എത്ര ഹോളാണ് വരുന്നത്? ഫസ്റ്റ് 1 ഹോളാണ് ഉണ്ടായിരുന്നത്, സെക്കൻഡ് 2 ഹോളാണ്, ഇപ്പോൾ 3 ഹോളാണ് വരുന്നത്. കണ്ടോ, ഈ 3 ഹോളിൻ്റെ ഉള്ളിലും 3 ഡബിൾ ക്രോഷേ മാത്രം ചെയ്യുക. ക്ലിയർ? ഇനിയിപ്പം അതിൻ്റെ മേലെയാണെങ്കിൽ 4 ഹോൾ ഉണ്ടാവും. ആ 4 ഹോളിൻ്റെ മേലെയും ഇതേപോലെ 3 ഡബിൾ ചെയ്യുക. കോർണറിൽ ഈ സെയിം പാറ്റേണും യൂസ് ചെയ്യുക. കണ്ടോ, ഇതുപോലെ എത്രയാണോ നിങ്ങൾക്ക് വീതി വേണ്ടത്, ലെങ്ത്ത് വേണ്ടത്, അതിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. ഓക്കെ. ഇനി ഈ ഗ്രാനി സ്ക്വയർ കൊണ്ട് കുറേ യൂസ് ഉണ്ട്. ഗ്രാനി സ്ക്വയർ വെച്ചിട്ട് നമുക്ക് ബാഗ് ചെയ്യാം, ഡ്രസ്സ്, പിന്നെ ബുക്ക് കവർ, പിന്നെന്താണ് ബ്ലാങ്കറ്റ്, അങ്ങനെ കുറേ ഈ ഗ്രാനി സ്ക്വയർ ചെയ്തിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അതായത് ഇതേപോലെ തന്നെ കുറേ ടൈംസ് ഗ്രാനി സ്ക്വയർ ചെയ്തിട്ട് എന്താണോ നമുക്ക് ചെയ്യേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയ്യാം. ഓക്കെ. ഇതേപോലെ കുറേ ഗ്രാനി സ്ക്വയർ ഉണ്ട്. ബേസിക് ആയിട്ടുള്ള ഗ്രാനി സ്ക്വയർ മാത്രമാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതുപോലെ കുറേ ഗ്രാനി സ്ക്വയർ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിഫറെൻറ്റ് കളർ വെച്ചിട്ട് ഗ്രാനി സ്ക്വയർ ചെയ്യുക. ഓരോ റോയും ഡിഫറെൻറ്റ് കളർ വെച്ചിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഒരു ഗ്രാനി സ്ക്വയർ ഈ കളറിലും ഇതേ സെയിം പാറ്റേൺ വേറെ കളറിലും ചെയ്തിട്ട് അങ്ങനെ ഓരോന്നും ചെയ്തെടുക്കാം. ഓക്കെ. എല്ലാവർക്കും പാറ്റേൺ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.